നീലക്കുന്ന് സ്കൂളിലെ ഇപ്പോൾ ഉണ്ടായ സംഭവത്തിൽ ഇവിടെ ഡിവൈഎസ്പി രാജേഷ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. സർക്കിൾ ഇൻസ്പെക്ടർമാരും കാണും. ഇവിടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞു, നിങ്ങൾ എന്തിന്റെ പേരിലാണ് അവിടെ ജോലിക്ക് വന്ന 2 അധ്യാപികമാരുടെ പേരിൽ നോൺ പേയബിൾ വകുപ്പിട്ട് കേസെടുത്തത്? ഏത് വകുപ്പാ? DSO പറഞ്ഞാൽ പ്രത്യേക വകുപ്പൊന്നുമില്ല കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. പ്രത്യേക വകുപ്പൊന്നുമില്ല. എടുക്കുന്ന പോലീസ് ഓഫീസർ ആരായാലും നിങ്ങൾ അനുഭവിച്ചു, അത് ഞാൻ പറഞ്ഞേക്കാം. കായികമായിട്ടൊന്നുമില്ല, നിയമപരമായി ഞങ്ങൾ നേരിടും. അവിടെ ടീച്ചർമാരോട് പോലീസ് സ്റ്റേഷൻ വന്ന് കുത്തിയിരിക്കണോ? അധ്യാപകന്മാരെല്ലാം കൂടി അവർ ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലത്ത് അതിക്രമിച്ചു പോയി കയറിയാൽ MLA-യും ഈ ഗുണ്ടയുമല്ലേ? അല്ലേ? പ്രശാന്ത് കുട്ടി CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗമാണെങ്കിലും ആ സ്കൂളിന്റെ SMC ചെയർമാനാണ്. ആ സ്കൂളിൽ നിൽക്കാൻ അധികാരമുള്ള 3 പേരാണ്, ആ 2 ടീച്ചർമാരും SMC ചെയർമാനും. ഇവർക്ക് എന്നാ കാര്യം? SMC ആ സ്കൂളിലേക്ക് കടന്നു വന്ന ഈ പറയപ്പെട്ട MLA-ക്ക് എന്താ പ്രത്യേകമായ IPC വകുപ്പ് വല്ലതും ഉണ്ടോ? അല്ലെ പുതിയ കേന്ദ്രം പാസാക്കിയ ഭേദഗതി അനുസരിച്ച് വകുപ്പ് വല്ലതും മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. MLA-മാർക്ക് പ്രത്യേക വകുപ്പൊന്നുമില്ലല്ലോ. അവരെ പ്രിവിലേജ് ഉണ്ടാകും, അത്രയല്ലേ ഉള്ളൂ. ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട കാര്യം വരുമ്പോ MLA-മാർക്ക് എവിടെയാണ് പ്രത്യേകമായ ഔദാര്യം? അങ്ങേര് പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാൽ അങ്ങേർക്ക് മാറ്റി പറയാൻ ഒരുപാട് നേരമൊന്നും ജീസുവായന് വാക്ക് മാറ്റി പറയാൻ വേണ്ടെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അത് മനസ്സിലാക്കിക്കോണം. ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ, സേവാഭാരതിക്ക് അനുവാദം കൊടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ മറിച്ചു പറഞ്ഞു. ഇന്നലെ വരെ ഈ പൊതിച്ചോറ് കൊടുക്കാൻ ഇങ്ങനെ വാദോരാതെ പ്രസംഗിച്ച സുധാകരൻ ഇന്ന് വലിയ പ്രതിഷേധം ഉയർന്നു വന്നപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് മാറ്റി പറഞ്ഞു. അയാൾ പറയുന്നത് കേട്ടൊന്ന് ഇറങ്ങി പുറപ്പെട്ടത് പോലീസ് ഓഫീസറോട് ഞാൻ പറയാണ്, ഇപ്പോൾ എഴുതി വെച്ചെങ്കിൽ മാറ്റിയിടുന്നത് നല്ലതായിരിക്കും. കാരണം അവർ ഡ്യൂട്ടി തടസ്സപ്പെടുത്താൻ വന്ന ഇവരൊക്കെ എതിരല്ലേ നോൺ ബെയിലബിൾ കേസ് എടുക്കേണ്ട കാര്യം അല്ലേ? ഈ കടന്നു വന്ന ഗുണ്ടയ്ക്ക് ആ സ്കൂളിനകത്ത് വല്ല കാര്യമുള്ള ആളാണോ? DSO MLA-ക്ക് സ്കൂളിൽ വരാം, MLA-ക്ക് സ്വാഭാവികമായിട്ട് വരാം. വരുന്നൊരു MLA എന്ന മാന്യത വെച്ചാണ് വരേണ്ടത്. അവിടെ നിന്ന് മാറിയല്ലേ ഇവിടെ ചെന്നത്? പഞ്ചായത്ത് സെക്രട്ടറി വിളിച്ചു, സ്കൂളിൽ നിന്ന് പഞ്ചായത്ത് വിളിച്ചതിന്റെ ഭാഗമായിട്ടല്ലേ പഞ്ചായത്ത് പ്രസിഡന്റും ഹാരിസും അവരെല്ലാം കൂടെ എവിടേക്ക് വന്നത്? നിങ്ങൾ എന്തേ കേസെടുത്തില്ല? അവിടെ ആ സ്കൂളിൽ നിൽക്കുന്ന വാർഡിലെ പഞ്ചായത്ത് മെമ്പർ ജീതുവിനെ പരിക്ക് പറ്റിയില്ലേ? ജീതുവിന്റെ മൊഴി പോലീസ് വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് നിങ്ങൾ എടുത്തില്ലേ? ഞാൻ കൂടി ഇവിടെ നിൽക്കുമ്പോഴല്ലേ ഒരു വനിതാ പോലീസ് വന്ന് അവിടെ വന്ന് മൊഴിയെടുത്തത്? കേസെടുത്തോ? നിങ്ങൾ കേസെടുത്തോ? 2 കേസ് എടുത്തതിന് സമയം നിങ്ങൾ നോക്ക്. ഒരു സ്കൂളിൽ അതിക്രമിച്ച് കയറി പ്രശ്നമുണ്ടാക്കി ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ ആ അധ്യാപികമാരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താൻ വന്ന ക്രിമിനൽ കുറ്റം ചെയ്ത ഒരു കുറ്റവാളിക്കെതിരായി എപ്പോ നിങ്ങൾ കേസെടുത്തു? എടുത്ത വകുപ്പെന്താണ്? വകുപ്പെന്താ പറ? നിയമമൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. അതുകൊണ്ട് ഗൗരവമായി ജില്ലാ സെക്രട്ടറി ഒറ്റവാക്കിലാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സന്നിഹിതരായ ഡിവൈഎസ്പിയും സർക്കിൾ ഇൻസ്പെക്ടർമാരും ഗൗരവബുദ്ധിയായി പറയുന്ന കാര്യം മനസ്സിലാക്കി പോകും, നല്ലതായിരിക്കും. സംരക്ഷിക്കാൻ ആരും കാണത്തില്ല. അനാവശ്യം കാണിക്കാൻ വേണ്ടി ഭരണമൊക്കെ മാറിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഭരണത്തിന്റെ ഭാഗമായും തണലിലും ജീവിച്ചു വന്നവരും പ്രവർത്തിച്ചവരും ഒന്നുമല്ല. നല്ലപോലെ തല്ലുമേടിച്ച് നല്ലപോലെ ജയിലിൽ കിടന്ന് അങ്ങനെയെല്ലാം എല്ലാ പണിയും ചെയ്തിട്ടാണ് പൊതുരംഗത്തെല്ലാം ഇവിടെ നിൽക്കുന്ന മിക്കവാറും എല്ലാ നേതാക്കന്മാരും വന്നേക്കുന്നത്. അങ്ങനെയാണ്. പോലീസും അതുപോലെ നേർക്കുനേരം ഏറ്റുമുട്ടിയിട്ടുണ്ട്. പുന്നപ്ര പോലീസുമായി നേർക്കുനേരെ ഏറ്റുമുട്ടിയിട്ടുണ്ട്. നാഷയുടെ നടുവിൽ നിന്ന് നേർക്കുനേരെ ഞങ്ങൾ നിന്ന് തല്ലിയിട്ടുണ്ട്. ഒരുപാട് കാലം ദൂരെയൊന്നുമല്ല. അതിനൊന്നും മടിയൊന്നും ആൾക്കാരൊന്നുമല്ല CPM-ന്റെ അമ്പലപ്പുഴ സഖാക്കന്മാരെന്ന് പോലീസ് ഓഫീസർമാർ മനസ്സിലാക്കണം. അനാവശ്യം കാണിക്കരുത്. ഗൗരവമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട കാര്യം ശരിയായ നിലയ്ക്ക് പരിശോധിച്ച് അത് വ്യക്തമായി തീരുമാനിക്കപ്പെടണം. ഒരെണ്ണം നോൺ ബെയിലബിളും 1 ബെയിലബിളും. അതെങ്ങനാകും? തിരിച്ചാകാം. അവിടെ അതിക്രമിച്ച് കയറിയവർക്കെതിരായി നോൺ ബെയിലബിളും അവിടെ ഡ്യൂട്ടി ചെയ്തവർക്ക് എതിരായിട്ടുള്ളത് ബെയിലബിളും ആകാം. ഇത് തിരിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ സുധാകരൻ ചെയ്യുന്ന രീതിയെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ഞങ്ങൾ ചില ആക്ഷേപം പറഞ്ഞല്ലോ പരസ്യമായിട്ട്. എന്തേ സുധാകരൻ മിണ്ടുന്നില്ല? ഞാനതൊന്നും പറയേണ്ട കാര്യമില്ലെന്നാണ്. അഴിമതി വിരുദ്ധ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി. ഞങ്ങൾക്കൊരു ചെറിയ അബദ്ധം പറ്റിപ്പോയി ജനങ്ങളോട് ഞങ്ങൾ പറയുകയാണ്.
ഈ സാധനത്തിന്റെ യഥാർത്ഥ രൂപം ഞങ്ങൾക്ക് നേരത്തെ നാട്ടുകാരോട് പറയാൻ പറ്റിയില്ല എന്നൊരു കുറവ് ഞങ്ങൾക്ക് പറ്റിപ്പോയിട്ടുണ്ട് എന്ന് ജനങ്ങളോട് ഞങ്ങൾ പറയുകയാണ്. ചാടിക്കേറി പറയും. ഇന്നിപ്പോ ഒരു മാധ്യമപ്രവർത്തന തോളെ കയറി പറയാണ്. ചോദ്യം എന്ത് ചോദിച്ചപ്പോ താൻ ഒരു വർഗീയവാദിയല്ലേ എന്നാണ്. ചിലരൊക്കെ ഫേസ്ബുക്ക് എഴുതുന്നത് നമ്മൾ പറയേണ്ടതായിട്ടിരിക്കുകയാണ്. എന്ത് പറ്റി തലയ്ക്കുന്നു ചോദിക്കേണ്ടി വരുന്ന സ്ഥിതിയല്ലേ. ഒരു മാധ്യമപ്രവർത്തനം ചോദിക്കുകയാണെന്ന്. എന്തൊരു മര്യാദകേടാന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങൾ നാട്ടിലിറങ്ങി ജി സുധാകരൻ എന്ന വ്യക്തിയുടെ വ്യക്തിപരമായ സവിശേഷതകളെല്ലാം ഈ നാടിനോട് പറയാൻ തീരുമാനിച്ചാൽ തലയിലൊന്നും മുണ്ടിട്ട് നടക്കാൻ പറ്റൂ ജി സുധാകര എന്ന കാര്യം ഗൗരവമായി തന്നെ ഞാൻ പറയുകയാണ്. ഞാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ല. മാധ്യമപ്രവർത്തകർ കൂടി വന്നപ്പോൾ ഞാൻ ചിലത് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ചില കാര്യം അദ്ദേഹത്തെ കുറിച്ച് പറയണം. ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം അതിന് മുമ്പ് ഞാൻ പറഞ്ഞു. കാരണം ഇദ്ദേഹം പറയുന്ന എന്താണ് ഇദ്ദേഹത്തിന്റെ ആദർശം, എന്താണ് അഴിമതി വിരുദ്ധത, എന്താണ് വ്യക്തിപരമായ ജീവിത ശുദ്ധി, ഇത്തരം ചില കാര്യങ്ങൾ നാട്ടുകാരോട് പറയണമെന്ന് വിചാരിച്ചതാണ്. അതിന്റെ എല്ലാം വിവരങ്ങൾ കുറച്ചുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എന്റെ കുറച്ച് പ്രിയപ്പെട്ട സഖാക്കളും ചില സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞു, നിങ്ങൾ അതിനൊന്നും ഇറങ്ങി പുറപ്പെടേണ്ടെന്ന് പറഞ്ഞു. ഈ എഴുത്ത് വേണ്ടെന്ന് പറഞ്ഞു. ഞാനൊരു പേരും കൊടുത്തതാ. സൂര്യ നമ്പൂതിരി മുതൽ കൽപ്പകവാടി വരെ എന്ന് പേര് ഞാൻ കൊടുത്തതാണ്. ഒരു ഹെഡും ഞാൻ കൊടുത്തിട്ടാണ് ഞാൻ ഫേസ്ബുക്കിൽ പറഞ്ഞിരുന്നത്. സൂര്യ നമ്പൂരിയുടെ കഥ അറിയാമല്ലോ. ഞങ്ങളതെല്ലാം കൂടി അങ്ങോട്ട് പറയാൻ ഞാൻ പുനർചിന്തിക്കുകയാണ്. എഴുതിയേക്കാൻ ആലോചിക്കുകയാണ്. അങ്ങനെ എഴുതിയാൽ ഈ ചാട്ടമൊക്കെ ഒറ്റ ദിവസം കൊണ്ട് അവസാനിക്കും. അത് ഞാൻ പറഞ്ഞേക്കാം. രാത്രി 10:30 മണി കഴിഞ്ഞാൽ ജി സുധാകരൻ വിളിക്കുന്ന ഫോൺ കോളിന്റെ ടോണും അതിന് ലാസ്യഭാവമെല്ലാം ഞങ്ങളുടെ കൈവശമുണ്ട്. ഞങ്ങളുടെ മാന്യത കൊണ്ടാണ് അത് ജനങ്ങളെ നാട്ടുകാരെ കേൾപ്പിക്കാത്ത കേട്ടോ. അതുകൊണ്ട് കേൾപ്പിക്കാത്തതാണ്. ഒരുപാട് കാലം ചാടാൻ നിൽക്കേണ്ട കാര്യമില്ല. അഴിമതി വിരുദ്ധൻ എങ്ങനെയാ? ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരം 2021 അദ്ദേഹം സ്ഥാനാർത്ഥിയല്ല, അദ്ദേഹം ഇലക്ഷൻ സെക്രട്ടറിയോ പാർട്ടി സെക്രട്ടറിയോ അല്ല. എന്തിനു അദ്ദേഹം പൈസ പിരിച്ചു? ഞങ്ങളത് പരസ്യമായിട്ട് ചോദിച്ചില്ലേ? പരസ്യമായി ചോദിച്ചില്ലേ? ആ പരസ്യമായി ചോദിച്ചപ്പോ കണക്ക് വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞു. പാർട്ടിക്ക് ഇനി ആ പൈസ വേണ്ട. ഞങ്ങളുടെ പേരിൽ, ഞങ്ങളുടെ പാർട്ടിയുടെ പേരിൽ നിങ്ങൾ പിരിച്ച പൈസയുടെ കണക്ക് ആരെല്ലാം എത്ര രൂപ തന്നു, ആരുടെ എല്ലാം കയ്യിൽ നിന്ന് എത്ര ലക്ഷങ്ങൾ നിങ്ങൾ വാങ്ങി, എന്താ പരസ്യപ്പെടുത്താതെ? ഇന്നും രാവിലെ മാധ്യമബോധം വന്നപ്പോൾ ഞാൻ ചോദിച്ചില്ലേ? ഇന്ന് ഉച്ചയ്ക്ക് അദ്ദേഹം പറയുന്നു ആ കണക്കൊന്നും അങ്ങനെ വെളിപ്പെടുത്താൻ ഒക്കില്ല, അത് അവർക്ക് പ്രശ്നമായിരിക്കില്ലേ. എന്ത് കള്ളപ്പണോ? ഇന്ന് രാവിലെ ഇത് പറഞ്ഞപ്പോ വാർത്തയെ കണ്ടപ്പോ 3 കോൺട്രാക്ടർമാർ എന്നെ വിളിച്ചു. ഞാനിപ്പോ പറയാണ്. അവര് പറഞ്ഞു ഞങ്ങളുടെ പേരൊന്നും പറയില്ല സാറേ. പറഞ്ഞിരിക്കുകയാണ്. ഒരു കോൺട്രാക്ട് കൊടുത്ത തുക പോലും ഞങ്ങൾക്ക് നേരിട്ടറിയാവുന്ന ഒരു കോൺട്രാക്ടർ ഏൽപ്പിച്ചു കൊടുത്ത പണം പോലും അമ്പലപ്പുഴയിലെ ഇലക്ഷൻ കമ്മിറ്റിക്ക് ജി സുധാകരൻ തന്നിട്ടില്ല. ബാക്കി പിരിച്ച പൈസയെല്ലാം ആരുടെയെല്ലാം കയ്യിൽ നിന്ന് എത്ര പിരിച്ചു നിങ്ങൾ പരസ്യപ്പെടുത്താൻ ധൈര്യമുണ്ടോ? അഴിമതി വിരുദ്ധരാണെങ്കിൽ പറയും. ധൈര്യമുണ്ടോ? വെല്ലുവിളിച്ച് ഞാൻ ചോദിക്കുകയാണ് ജി സുധാകരനോട്, നിങ്ങൾ പിരിച്ചുകൊണ്ട് പോയ ലക്ഷങ്ങളുടെ സംഖ്യ ആരെല്ലാം എത്ര പൈസ നിങ്ങൾ തന്നു വാങ്ങി എന്ന കാര്യം പരസ്യപ്പെടുത്ത്. ധൈര്യമുണ്ടോ പറയാൻ? ആവർത്തി ചോദിച്ചോടത്തെ നിങ്ങൾ പറയുന്നില്ല. അത് പരസ്യപ്പെടുത്തിയിട്ട് മതി ഈ നാട്ടിൽ വന്ന് അഴിമതി വിരുദ്ധമായ പ്രസംഗമൊക്കെ നടത്താൻ.